പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായവുമായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും. പശ്ചിമേഷ്യയിൽ സമാധാനം വേണമെന്ന കാര്യത്തിൽ ട്രംപിനും തനിക്കും യോജിപ്പെന്നും സ്റ്റാമർ പറഞ്ഞു. സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരും നിലപാട് വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഇസ്രയേൽ ഏകദേശം ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ്. അമേരിക്ക തന്നെ പലതവണ ഇസ്രയേലിന്റെ ഈ ആക്രമണങ്ങളിൽ അതൃപ്തി വ്യക്തമാക്കിയിരുന്നു. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രണ്ട് അഭിപ്രായങ്ങളുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും എത്തുന്നത്. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റീജിയത്ത് 2 ദിവസത്തെ UK സ്റ്റേറ്റ് വിസിറ്റിന് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളിലും തുടർന്ന് ഉദ്യോഗസ്ഥ തല ചർച്ചകളിലുമൊക്കെ പ്രധാന വിഷയങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് ഇരു നേതാക്കളും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഈ വ്യത്യസ്ത അഭിപ്രായം വന്നത്. പാലസ്തീൻ സ്റ്റേറ്റ് എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ നിർദ്ദേശത്തോട് തനിക്ക് യോജിപ്പില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞു. അദ്ദേഹവുമായിട്ട് പല കാര്യങ്ങളിൽ വിയോജിപ്പുകളുണ്ട്, അതിലൊന്ന് ഇതാണെന്ന് എടുത്തു പറയുകയും ചെയ്തു. അതേസമയം പശ്ചിമേഷ്യയിൽ സമാധാനം വേണമെന്ന കാര്യത്തിൽ ട്രംപിനും തനിക്കും യോജിപ്പെന്ന് കെയർ സ്റ്റാമർ പത്രക്കാരോട് പറയുകയും ചെയ്തു. UK ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഹമാസിന് പങ്കില്ലാത്ത പാലസ്തീൻ സ്റ്റേറ്റ് ആണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്നാണ് കെയർ സ്റ്റാമർ പറയുന്നത്. എയർഫോഴ്സ് 1 വെച്ച് അമേരിക്കയിലേക്ക് മടങ്ങും വഴി റഷ്യയും യുക്രൈനും തമ്മിൽ വെടിനിർത്തലിന് സമയമായോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല, എന്നാൽ ശരിയായ സമയത്ത് ഇടപെടേണ്ടി വന്നാൽ ശക്തമായി ഇടപെടുമെന്ന് ട്രംപ് പറഞ്ഞു. ചില യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യം കെയർ സ്റ്റാമറിനോട് പറഞ്ഞെന്നും അത് ശരിയല്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ക്രിസ്റ്റ്യൻ റീജിയത്ത് ലണ്ടൻ മേയർ സാദിഖ് ഖാനെ തന്റെ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടെന്നും ഈ മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തി. അദ്ദേഹം മോശമായ ഒരു മേയറാണ്, അമേരിക്കയിലും പല മേയർമാർ അത്തരത്തിലുണ്ടെന്നും ട്രംപ് പറഞ്ഞു. അതുകൂടാതെ ഈ എയർഫോഴ്സ് 1 ഈ ഹെലികോപ്റ്റർ യാത്രക്കിടയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നൊരു ലോക്കൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ട്രംപും പ്രഥമ വനിത മെലനിയും മറ്റൊരു ഹെലികോപ്റ്ററിൽ മാറിക്കയറി എയർഫോഴ്സ് 1 കയറേണ്ടി വന്നത്. റീജിത്ത്, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.